സത്യം പറയാലോ, ഇതിന് എത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ദിവസം പായസം കുടിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസത്തിന്റെ റെസിപ്പി നോക്കിയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഇതാണ്. അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യം 2 കപ്പ് മക്രോണി എടുത്തിട്ട് മിക്സർ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പൊടിഞ്ഞു പോവാതെ നോക്കണേ. ഇനി ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ഇനി ചെറിയൊരു ബട്ടറിന്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇത് ഇങ്ങനെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത് താനെ അതിൽ മെൽറ്റ് ആയി പോയിക്കോളും. ഇനി ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ആയി വരുമ്പോൾ ഒരു 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പൊടിച്ചു വെച്ച മക്രോണിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ നല്ല കുറുകി കിട്ടും കേട്ടോ. ഇനി അവസാനമായിട്ട് നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ മാക്രോണി വെച്ചിട്ടുള്ള അടിപൊളി പായസം റെഡിയായി കിട്ടും. ഇത് അടപ്പായസത്തിൻ്റെ ഒരു അപരനാണ് കേട്ടോ. ശരിക്കും അടപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റാണ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.